തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മുടെ കഴിവുകൾ തേച്ചു മിനുക്കാൻ കഴിയാറില്ല. ചിലപ്പോൾ ജീവിതത്തിൻ്റെ അലച്ചിലായിരിക്കും. കോട്ടയം ഏറ്റുമാനൂരിലെ സന്ധ്യ എങ്ങനെ തേച്ചു മിനുക്കാത്ത പ്രതിഭയല്ല, തേച്ചു മിനുക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രതിഭയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ താരമാണ് സന്ധ്യ. എന്തുകൊണ്ട് നിങ്ങൾക്കറിയാമോ സന്ധ്യയെ? ഇതാണ് സന്ധ്യ. കാണാത്തൊരു നാടുകൾ താണ്ടി പാടാത്തൊരു പാട്ടും പാടി പോരാമോ, കൂടെ പോരാമോ. ഈ മനോഹരമായ പാട്ട് കേൾക്കണമെങ്കിൽ ഏറ്റുമാനൂരിലേക്ക് എത്തണം. വഴിയരികിൽ കക്കയിറച്ചി വിൽക്കുന്നതിനിടയിൽ സന്ധ്യ മനോഹരമായി പാട്ടുകളും പാടും. ഒഴുകുന്നൊരു ഗായത്രിപ്പുഴ കാണാൻ പോരാമോ, തഴുകുന്നൊരു കൊല്ലംകോട്ടെ കാറ്റതു കൊള്ളാമോ, വാഴാലിക്കാവിൽ പോയി. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഉഴലുമ്പോഴും സംഗീതം സന്ധ്യയുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരിക്കലും അത് കൈവിട്ടില്ല. 2 വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു. ആഴ്ചയിൽ ജഡ്ജി മാഡത്തിൻ്റെ വീട്ടിലും ഒരു ജഡ്ജി സാറിൻ്റെ വീട്ടിലും പോകുന്നുണ്ടായിരുന്നു. അവിടെ 7 മണി തൊട്ടൊരു 10 മണി വരെ 10-10:30 വരെ അവിടെ ജോലി ഉണ്ടായിരുന്നു. അവിടുത്തെ കഴിഞ്ഞിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടുത്തെ പണിയും കഴിഞ്ഞ് 4 മണിയാകുമ്പോഴത്തേക്കും ഞാനിവിടെ കച്ചവട സ്ഥലത്ത് വന്ന് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ ചിലപ്പോൾ ഈ ട്രാക്കിലൊക്കെ ഈ അടിലിങ്ങനെ പറക്കി നടക്കുമ്പോഴത്തേക്കൊക്കെ എന്തെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും മൂളി നടക്കുന്ന എന്തെങ്കിലും ഒരു വരി കിട്ടുമ്പോഴത്തേക്കും ഞാനത് അങ്ങനെ എഴുതി വയ്ക്കാം. മനോഹരമായി പാട്ടുകൾ പാടുക മാത്രമല്ല, പാട്ടുകൾ എഴുതാനും സന്ധ്യയ്ക്ക് സാധിക്കും. നിരവധി പാട്ടുകൾ ഇതിനോടകം സന്ധ്യയുടെ കൈകളിൽ നിന്നും പിറന്നിട്ടുണ്ട്. എനിക്കെൻ്റെ പാട്ടുകൾ 10 ആൾ അറിയണം. ഞാൻ ഇനിയും പാട്ടുകൾ എഴുതാനാണ് എനിക്കിഷ്ടം. ഞാൻ ഇതുപോലെ നാടൻ പാട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ എഴുതി അറിയണം എന്നാഗ്രഹമുള്ളൂ. അച്ഛനരച്ചൊര ചമ്മന്തിയും റേഷൻ കുത്തരി വച്ചൊരില പൊതിയും കൊച്ചൊരുള്ളി ചതച്ചന്നൊരു നാളിലെ ഉച്ചയൂണിൻ രുചി നീ അറിഞ്ഞു, പൊന്നെ ഉച്ചയൂണിൻ രുചി നീ അറിഞ്ഞു. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. തൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് സന്ധ്യയുടെ പാട്ട്. എല്ലാ ദിവസവും ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ കക്കയിറച്ചി വിൽക്കാൻ സന്ധ്യ എത്താറുണ്ട്. ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെറിയൊരു ദിവസവേതന ജോലിയുമുണ്ട്. സംഗീതത്തോടുള്ള സന്ധ്യയുടെ പ്രണയത്തിന് കുടുംബത്തിന്റെ എല്ലാ പിന്തുണയുമുണ്ട്. ജീവിതാനുഭവങ്ങളാണ് വരികൾ, മനസ്സറിഞ്ഞുള്ള പാട്ടാണ്. സന്ധ്യയുടെ സംഗീതം അത്രമേൽ സുന്ദരമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. എന്തായാലും സന്ധ്യ വലിയ പാട്ടുകാരിയായി മാറട്ടെ നമുക്ക് ആശംസിക്കാം.